കാര്യം ഈ ഒരു അഴീക്കോടൻ സ്മാരകത്തിൻ്റെ മന്ദിരത്തിൻ്റെ നിർമ്മാണത്തിനായി ഈ ധനസമാഹരണം നടത്തിയത് കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള പാർട്ടി അംഗങ്ങളിൽ നിന്ന് മാത്രമാണ് എന്നുള്ളതാണ്. ഒരു പൊതുപിരിവോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ധനസമാഹരണമോ ഈ ഓഫീസ് നിർമ്മാണത്തിന് വേണ്ടി നടത്തിയിട്ടില്ല. കണ്ണൂർ ജില്ലയിലെ പാർട്ടി അംഗങ്ങളിൽ നിന്ന് മാത്രം ധനസമാഹരണം നടത്തിയാണ് ഈ കെട്ടിടം നിർമ്മിച്ചത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും. അവരെ മാത്രമല്ലല്ലോ മാറ്റിയത്, വേറെ ഒരുപാട് ആളുകളെ മാറ്റിയല്ലോ. അവരെ മാത്രം മാറ്റി എന്താ പ്രശ്നം? അവരല്ല, ഒരുപാട് നാളുകളായി അവിടെ ഇരിക്കുന്ന പലരെയും മാറ്റി, പല സ്ഥലത്തു നിന്ന് അവരെ അടക്കം മാറ്റി. എന്താ കുഴപ്പം? ഞാൻ ചോദിക്കട്ടെ, കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ വലിയ പത്രസമ്മേളനം ആക്ഷേപമൊക്കെ ഇട്ടു. എന്റെ തിരിച്ചുള്ളൊരു ചോദ്യം കേട്ടോ, കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്ക് എന്താ കാര്യം വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ? എന്താ ഇത്ര ഇൻട്രസ്റ്റ്? പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്ക് എന്താ ഇൻട്രസ്റ്റ് വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ? എന്നെ കൊണ്ട് ചോദിപ്പിക്കല്ലേ കേട്ടോ. നിങ്ങൾ കണ്ട രണ്ട് ക്ലിപ്പുകള്, ഒന്ന് 2025 ഒക്ടോബർ 19 കൈരളിയിൽ വന്ന ഒരു വാർത്തയുടെ ഒരു ശകലമാണ് നിങ്ങൾ കണ്ടത്. എന്തായിരുന്നു അന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത? അതായത് 2025 ഒക്ടോബർ 20 കണ്ണൂരിലെ CPMന്റെ ജില്ലാ കമ്മിറ്റി ആഫീസ് പുതുത് നിർമ്മിച്ചിട്ട് അതിന്റെ ഉദ്ഘാടനം ഒക്ടോബർ 20 ആ ഉദ്ഘാടനത്തിന്റെ തലേ ദിവസം കൈരളിയിൽ വന്ന ഒരു വാർത്തയാണ്. അതിൽ പറഞ്ഞ ഒരു സെന്റൻസ്, ആ സെന്റൻസ് ആണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്താണ്? ഇതിനു വേണ്ടി ഒരു രീതിയിലുള്ള പണപ്പിരിവും നടത്തിയിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിക്കണം, തൊട്ടതിനും പിടിച്ചതിനും പണപ്പിരിവ് നടത്തുന്ന CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി ആഫീസ് നിർമ്മിക്കാൻ പണപ്പിരിവ് നടത്തിയിട്ടില്ല. പിന്നെ എങ്ങനെയാണെന്നാ കൈരളി പറഞ്ഞത്? കൈരളി പറഞ്ഞത് പാർട്ടി മെമ്പർമാരിൽ നിന്ന് പണപ്പിരിവ് നടത്തിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോ നമ്മളത് അവിടെ അവസാനിപ്പിക്കുകയാണ്. പിന്നെ നിങ്ങൾ കണ്ടത് കേരളത്തിലെ മുഖ്യമന്ത്രി VD സതീശന്റെ ഒരു വാർത്താ സമ്മേളനത്തിലെ ഒരു ക്ലിപ്പുമാണ്. ഇവിടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ആഫീസ് എങ്ങനെ നിർമ്മിച്ചു എന്നതിനുള്ള എല്ലാ തെളിവുകളും പുറത്തേക്ക് വരുന്നുണ്ട്. അതായത് ഗൗതം അദാനി ഗ്രൂപ്പിന്റെ MD ആയിട്ടുള്ള ഗൗതം അദാനി സ്പോൺസേർഡ് ആണ് ഈ പറയുന്ന കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ പുതിയ ഓഫീസ് എന്ന് പറയുന്നത്. എല്ലാ ഫണ്ടും സ്പോൺസർ ചെയ്തത് ഗൗതം അദാനിയാണ്. പാർട്ടിയിൽ നിന്ന് പിരിച്ചത് അത് ഇവരുടെ പോക്കറ്റിലേക്ക് ഇടാനാണ്. അദാനി നൽകിയിട്ടാണ് ഈ പറയുന്ന കണ്ണൂരെ CPMന്റെ ജില്ലാ ആസ്ഥാന മന്ദിരം നിർമ്മിച്ചത് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ഈ ചർച്ച ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ, അതായത് മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗം കഴിഞ്ഞ് ഈ പറയുന്ന മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചതിന് തൊട്ടു പിന്നാലെ ഈ പറയുന്ന കാര്യത്തില് ഒരു വ്യക്തത വന്നിരിക്കുകയാണ് എന്ന് മാത്രമല്ല, ഇപ്പോ ഈ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ആഫീസിന്റെ നിർമ്മാണവും വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മനസ്സിലായില്ലേ? അതായത് വളരെ കൃത്യമായിട്ട് ഈ പറയുന്ന കാര്യങ്ങളിൽ ഒരു തീരുമാനമുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് പറയാനുള്ള കാരണം 2015 മുതലാണ് ഈ പറയുന്ന അദാനി CPMുമായി അടുത്തു തുടങ്ങുന്നത്. അന്ന് 2015 അതായത് പോർട്ട് തുടങ്ങാൻ ഉള്ള സമയത്ത് ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലഘട്ടമാണല്ലോ. ആ കാലത്ത് പോർട്ടുമായി ബന്ധപ്പെട്ട് CPM പണി തരും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് 2015 ഓഗസ്റ്റ് 17 ഗൗതം അദാനി കേരളത്തിൽ വരുന്നു. മകൻ കരൺ അദാനിയും വരുന്നു. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദനെ ഔദ്യോഗിക വസതിയിൽ പോയി സന്ദർശിക്കുന്നു, കാണുന്നു, ഒക്കെ ചെയ്യുന്നു. മനസ്സിലായില്ലേ? അവിടെ തീർന്നോ? അവിടെ തീർന്നിട്ടില്ല. അത് കഴിഞ്ഞിട്ട് അതേ 2015 ഡിസംബർ 5 അദാനി എവിടെ വരുന്നു? AKG സെന്റർ സന്ദർശിക്കുന്നു. തിരുവനന്തപുരത്ത് AKG സെന്റർ. ഈ ഗൗതം അദാനി സന്ദർശിച്ച ഇന്ത്യയിലെ ഏക പാർട്ടി ആഫീസ് അത് CPMന്റേതാണ്. ആ പാർട്ടി ആഫീസ് തിരുവനന്തപുരത്ത് വന്ന് സന്ദർശിക്കുന്നു. ഇതേ 2015 കോടിയേരി ബാലകൃഷ്ണനുമായിട്ട് അന്ന് അദ്ദേഹം ചർച്ചകൾ വരെ നടത്തുന്നു.
2025 ജനുവരിയിൽ ഇത് വിഴിഞ്ഞത്ത് നടന്ന കോൺക്ലേവിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അദാനി, MSC ഗ്രൂപ്പിന്റെ ആളുകൾ അവരും പങ്കെടുക്കുന്നു. അപ്പോ ആ ജനുവരിയിൽ വന്ന ആ സമയത്താണ് ഈ പറയുന്ന കണ്ണൂരിലെ ഈ പറയുന്ന അഴീക്കോടൻ സ്മാരക മന്ദിരം, ആ മന്ദിരത്തിന് വേണ്ടിയുള്ള ഫണ്ട് അദാനി വെക്കുന്നത്. ജനുവരി 28-നും 29-നുമാണ് ഈ കോൺക്ലേവ് നടക്കുന്നത്. ആ മാസം കഴിഞ്ഞു ഫെബ്രുവരിയിൽ ഈ പറയുന്ന ജില്ലാ ഓഫീസിനുള്ള ശിലാസ്ഥാപനം നടക്കുന്നു. എന്ന് പറഞ്ഞാൽ ശിലാസ്ഥാപനം നടന്ന് മാസങ്ങൾക്കുള്ളിൽ 5 നില കെട്ടിടം ഒക്ടോബർ 20-ന് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്നു. അതേ വർഷം ഫെബ്രുവരിയിൽ ശിലാസ്ഥാപനം കഴിഞ്ഞു. മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ 8 മാസം കൊണ്ട് ഈ പറയുന്ന ബിൽഡിംഗ് നിർമ്മാണം പൂർത്തീകരിച്ച് അവിടെ ഉദ്ഘാടനവും നിർവഹിക്കപ്പെടുന്നു. അപ്പോ ഇവിടെയാണ് ഈ അഴീക്കോടൻ സ്മാരക മന്ദിരം അദാനി സ്പോൺസേർഡ് ആണ് എന്നുള്ള വാർത്തകൾ വരുന്നത്. വളരെ കൃത്യമാണല്ലോ. അപ്പോ ആ സ്പോൺസർഷിപ്പ് വലിയ രീതിയിൽ, അതിപ്പോ ഈ പറയുന്ന അദാനി സ്മാരക മന്ദിരത്തിന് മാത്രമല്ല, തിരുവനന്തപുരത്ത് പഴയ AKG സെന്റർ ഒഴിവാക്കി പുതിയ വലിയ അമ്പരച്ചുംബിയായ AKG സെന്റർ നിർമ്മാണത്തിലും, തിരുവനന്തപുരത്ത് നിർമ്മിച്ച AKG സെന്ററിന്റെ പുതിയ ബിൽഡിങ്ങിലും അദാനിയുടെ കൈകളുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് 2015 ഈ പറയുന്ന അദാനി ആദ്യം വന്ന് VS അച്യുതാനന്ദനെ കാണുന്നു. അതേ 2025 ഓഗസ്റ്റിൽ വന്ന് അച്യുതാനന്ദനെ കാണുന്നു. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 4 മാസങ്ങൾക്ക് ഇപ്പുറം വന്ന് AKG സെന്റർ സന്ദർശിക്കുന്നു. അന്ന് അദാനി വന്നത് പഴയ AKG സെന്ററിലാണ്. അന്ന് തന്നെ കോടിയേരി ബാലകൃഷ്ണനുമായിട്ട് സംസാരിക്കുന്നു. അത് കഴിഞ്ഞ് ഈ പറയുന്ന AKG സെന്ററുകൾ തിരുവനന്തപുരത്തും അഴീക്കോടൻ സ്മാരക മന്ദിരം കണ്ണൂരിലും അദാനി പണിത് നൽകുന്നു എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഇനി ഇവിടെ 2 കാര്യങ്ങളുണ്ട്. ആ 2 കാര്യങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഈ പറയുന്ന KK രാഗേഷ്, പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയ KK രാഗേഷ് ആ സെക്രട്ടറി കസേരയിലേക്ക് എത്തുന്നതിന് മുമ്പ് പിണറായി വിജയന്റെ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലെ പ്രധാനിയായിരുന്നു എന്നുള്ളതാണ്. അന്നാണ് ഈ പറയുന്ന അദാനിയുമായിട്ട് കൂടുതൽ അടുക്കുന്നതും വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിൽ നിന്ന് കമ്മീഷൻ അടിക്കുന്നതും അന്നാണ് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഇനി ഇവിടെയും തീരുന്നില്ല. ഈ 2025 ഏറ്റവും ഒടുവിൽ ഈ കോൺക്ലേവിൽ, അതായത് ഈ കമ്മീഷൻ ചെയ്ത് 1 വർഷം കഴിയാതെ പ്രവർത്തനം തുടങ്ങി, ഓപ്പറേഷൻ തുടങ്ങി 1 വർഷം കഴിയാതെ ഈ പറയുന്ന വിഴിഞ്ഞത്തിന്റെ കരാറുകളിൽ അല്ലെങ്കിൽ ഓഹരിയിൽ യാതൊരുവിധ മാറ്റങ്ങളും ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളതാണ്. 1 വർഷം കഴിഞ്ഞു, നിയമപ്രകാരം ഓഹരി കൈമാറ്റവുമായി നടന്നു. അപ്പൊ ഇന്ന് മുഖ്യമന്ത്രി VD സതീശൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട് പ്രതിപക്ഷ നേതാവിനോട്, പിണറായി വിജയനോട്. നിങ്ങൾ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചർച്ച നടന്നിരുന്നോ എന്നുള്ളതാണ് ചോദ്യം. പിണറായി വിജയൻ മറുപടി പറഞ്ഞിട്ടില്ല കേട്ടോ. സതീശന് ഇപ്പോ ഈ പറയുന്ന ചർച്ച നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള രേഖകൾ കയ്യിൽ വെച്ചിട്ടാണ് സതീശൻ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. പിണറായി വിജയൻ എന്ത് മറുപടി പറയും എന്നുള്ളതാണ്. കാരണം പിണറായി വിജയന് മറുപടി പറയാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പരമാർത്ഥം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഈ വിഴിഞ്ഞത്ത് നടന്ന കോൺക്ലേവിൽ അദാനി ഉണ്ടായിരുന്നു, MSC ഉണ്ടായിരുന്നു. അന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഡീലും നടന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ കൃത്യമാണ്. മാത്രവുമല്ല, ഇതിന്റെയൊക്കെ കമ്മീഷൻ പിണറായി വിജയന്റെ പോക്കറ്റിലേക്കും വന്നിട്ടുണ്ട്, കണ്ണൂരിലെ അഴീക്കോടൻ സ്മാരക മന്ദിരത്തിലേക്കും വന്നിട്ടുണ്ട്, തിരുവനന്തപുരത്തെ AKG സെന്ററിന്റെ നിർമ്മാണത്തിലേക്കും അദാനിയുടെ കൈ സഹായം എത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോ വളരെ കൃത്യമാണ് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഈ പറയുന്ന ഓരോ ഘട്ടങ്ങളിലും വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുമായി അദാനിക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോ CPM-ന്, പിണറായി വിജയന്, KK രാഗേഷിന് തുടങ്ങിയ ഇവരുടെ
ചെറിയ കൃമികൂടം മുതൽ വലിയ കൃമികൂടം വരെയുള്ള എല്ലെണ്ണത്തിനും പോക്കറ്റ് നിറയെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ദേശാഭിമാനി ഇത് LDF സർക്കാരിന്റെ ദീർഘവീക്ഷണമാണെന്ന് എഴുതിയതും എഴുതിയ ഉടനെ തന്നെ ഗോവിന്ദൻ പറഞ്ഞതും നിങ്ങള് ദേശാഭിമാനിയിൽ വരുന്നതും കൈരളിയിൽ വരുന്നതും നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യരുത്, ബിക്കോസ് അത് ഫുള്ള് കള്ളമാണ്, വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് ഗോവിന്ദന് തുറന്ന് പറയേണ്ടി വന്നതും. മനസ്സിലായില്ലേ? പക്ഷേ ഈ പറയുന്ന കാര്യം കള്ളമായിരുന്നില്ല. വളരെ കൃത്യമായിട്ട് ഇതിൽ പിണറായി വിജയന് അല്ലെങ്കിൽ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട ദേശാഭിമാനി നൽകിയ വാർത്തകൾ, കഴിഞ്ഞ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള വാർത്തകൾ, അല്ലെങ്കിൽ അവിടുന്ന് കിട്ടിയ കുറിപ്പടിക്ക് അനുസരിച്ച് തന്നെയായിരുന്നു ഈ വാർത്തകളൊക്കെ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പറയുന്ന AKG സെന്റർ സന്ദർശിച്ചതോ AKG സെന്ററിന്റെ നിർമ്മാണത്തിന് പണം നൽകിയതും കണ്ണൂർ അഴീക്കോടൻ സ്മാരക മന്ദിരത്തിന് അതിന്റെ നിർമ്മാണത്തിന്റെ A മുതൽ Z വരെ അദാനി സ്പോൺസർ ചെയ്തതും തന്നെയാണ് വിഷയം. എങ്ങനെയാണ് CPM പോലെയുള്ള ഒരു പാർട്ടിയുടെ പാർട്ടി ആഫീസ്, CPM ഇപ്പോ തിരിഞ്ഞു കുത്തി അദാനിയുടെ പിന്നിൽ കുത്തിക്കൊണ്ടിരിക്കുന്ന CPM എങ്ങനെയാണ് അവരുടെ പാർട്ടി ആഫീസ് അദാനിയുടെ സ്പോൺസർഷിപ്പിൽ നിർമ്മിക്കുന്നത്? എങ്ങനെയാണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കേരളത്തിലെ തൊഴിലാളികളുടെ, കർഷകരുടെ, അടിച്ചമർത്തപ്പെട്ടവന്റെ, പട്ടിണിപ്പാവങ്ങളുടെ പാർട്ടിയാ. ആരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടാണ് AKG സെന്ററും അഴീക്കോടൻ സ്മാരക മന്ദിരവും ഉണ്ടാക്കിയത്? ഈ പറയുന്ന അദാനി സ്പോൺസേഡ്. വളരെ കൃത്യമാണല്ലോ കാര്യങ്ങള്. അപ്പോ CPM-കാരന്റെ കാപട്യം ഈ വിഷയത്തില് വേലിമേലിരുന്ന പാമ്പിനെ എടുത്ത് തോളത്ത് വെച്ച പോലെയാണ് CPM-കാരന്റെ കാര്യം. വിഴിഞ്ഞം CPM-കാരൻ ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞായിരുന്നു. പിണറായി വിജയൻ അത് എന്റെ കുഞ്ഞാണെന്നും പറഞ്ഞ് കോടതിയിൽ കേസ് കൊടുത്ത മാതാപിതാക്കളെ പോലെ കുഞ്ഞിനു വേണ്ടി അടിപിടി കൂടുകയായിരുന്നു. ഭരണം നഷ്ടപ്പെട്ടപ്പോ ഗോവിന്ദൻ പറഞ്ഞു അല്ല, ഞങ്ങളുടേതല്ല. വിജയൻ അന്ന് പറ്റാതെ കിടക്കായിരുന്നു. വിജയൻ അന്ന് ഉണ്ടാക്കാന്ന് വിചാരിച്ചാലും ഉണ്ടാക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു വിജയൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അത് ഉമ്മൻചാണ്ടിയുടേത് തന്നെയാണെന്ന് അധികാരം നഷ്ടപ്പെട്ടപ്പോൾ പറഞ്ഞു. പക്ഷെ ഇത് പറയുന്നതിന് മുമ്പ് ദേശാഭിമാനി ആളാവാൻ വേണ്ടി ഒരു വാർത്ത കൊടുത്തിരുന്നു. ആ വാർത്തയും വേലിയിലിരിക്കുന്ന പാമ്പിനെ പിടിച്ച് തോളത്ത് വെച്ച പോലെയുള്ള അവസ്ഥയായി എന്നുള്ളതാണ്. എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ അവസാനം അഴീക്കോടൻ സ്മാരക മന്ദിരത്തിന്റെയും AKG സെന്ററിന്റെയും നിർമ്മാണത്തിൽ അദാനിയുടെ കൈസഹായം പുറത്തേക്ക് അറിഞ്ഞു. ഇത്ര ദിവസം അത് വളരെ വളരെ രഹസ്യമായിരുന്ന കാര്യമായിരുന്നു. പക്ഷെ ഇന്ന് അത് പുറത്തേക്ക് എത്തി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.